പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവലുണ്ട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അവലിട്ട് നല്ലപോലെ അവലൊരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകണം. ആ രീതിക്ക് വേണം ഒന്ന് കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പൊടിയണം. ആ രീതിക്കൊന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാം കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത നിലക്കടല തന്നെയാണ്. എന്നാലും ഒരു 2-3 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം. ആ രീതിക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നിലക്കടലയും കൂടെ വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് അവലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിന് വേണം അവലൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ നിലക്കടലയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിത് നിലക്കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ കിട്ടണം. ആ രീതിക്കാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരൊറ്റ കറക്ക് മാത്രം മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. അതിന് ശേഷം നമുക്ക് പാനടുപ്പത്ത് വെച്ച് പാന് ചൂടാക്കി ഈ തേങ്ങയുടെ ജലാംശം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഈ അവലുണ്ട തയ്യാറാക്കി കുറച്ച് ദിവസം ഇരുന്നാലും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി നിറമൊന്നും മാറിപ്പോരും. തേങ്ങയുടെ വെള്ളമെല്ലാം ഒന്ന് മാറി വരണം. ആ രീതിക്ക് നമുക്കൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആ തേങ്ങ എല്ലാം മധുരത്തെ ആ ശർക്കര പാനി കിടന്ന് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അവലിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ഇതെല്ലാം ആയതിനു ശേഷം ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നല്ല ഉരുളകളാക്കി കൈ കൊണ്ട് അമർത്തി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടിത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് തികയാതെ വരും കേട്ടോ. നല്ലതുപോലെ മക്കൾ കഴിക്കും. അത്ര നല്ല ടേസ്റ്റും മണവും ഒക്കെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അവൽ ഉണ്ട നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് 8-10 ദിവസമൊക്കെ കേടുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ ഇത് വറുത്തിടുന്നത്. അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. നിങ്ങളുടെ കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു സന്തോഷമുണ്ട്, ഉത്സാഹമൊക്കെ ഉണ്ടാവുന്നത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സ്നേഹിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരെയും ദൈവം അവരവരായിരിക്കുന്നിടത്ത് കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.